ഹലോ ദേ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് മലേഷ്യയിലെ പെനങ് ഐലൻഡിലാണ്. ആൻഡ് ഈ കാണുന്നതാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻസ്. അടിപൊളി സെറ്റ് ഓഫ് ക്രൂ എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു ഇന്ന്. ഇൻക്ലൂഡിങ് ക്യാപ്റ്റൻസ് എല്ലാവരും അടിപൊളിയായിരുന്നു. നമുക്ക് ഇനിയും ഇങ്ങനത്തെ സെറ്റ് ഓഫ് ക്രൂവിൻ്റെ ഒപ്പം ഫ്ലൈ ചെയ്യാനാണ് എനിക്ക് പേഴ്സണലി ആഗ്രഹം. ഞങ്ങളുടെ ഹോട്ടൽ അവിടുന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ പെനങ്ങിലെ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്താൻ ഒരു 25 മിനിറ്റ്സോളം എടുത്തു. ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ. എന്ത് അടിപൊളിയാണെന്ന് നോക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പെനങ്ങിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു 3-4 മണിക്കൂർ നല്ല പോലെ കിടന്നുറങ്ങിയിട്ട് ഞാനും എൻ്റെ ക്രൂവും കൂടെ പുറത്തേക്ക് ഇറങ്ങി. ആദ്യം തന്നെ ATM പോയിട്ട് കുറച്ച് ക്യാഷൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ തൊട്ടടുത്തുള്ളൊരു ഫുഡ് മാർക്കറ്റ് പോയിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോയതാണ്. എനിക്ക് പേഴ്സണലി മലേഷ്യയിലത്തെ ഫുഡ് തീരെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഗ്രിൽഡ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന് തന്നത് ആ കാണുന്ന ചിക്കനായിരുന്നു. അതും പിന്നെ മൈലോ ഷേക്ക് കുടിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അങ്ങനെ ഞാൻ അതും കഴിച്ചു. എൻ്റെ കൂടെയുള്ള കുട്ടി വേറെ എന്തൊക്കെയോ സാധനങ്ങൾ കഴിച്ചു. എനിക്ക് അവിടുത്തെ പേര് പോലും പറയാൻ അറിയില്ല. എന്നിട്ട് ഞങ്ങൾ പോയത് ക്വീൻസ് ബേ മോളിലോട്ടാണ്. എനിക്ക് ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പിന്നീടാണ് ഒരു കാര്യം മനസ്സിലായത്. പെനങ് എന്ന് പറയുന്നത് അത്ര ഷോപ്പിങ്ങിന് പറ്റിയൊരു സ്ഥലമല്ല. നമ്മൾ പോകുന്ന കുആലലംപൂറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ്. പക്ഷേ പെനങ് എനിക്ക് അത്ര സൂട്ടബിളായിട്ട് തോന്നിയില്ല. അത് കുറച്ചും കൂടെ സൈറ്റ് സീയിങ്ങിനും ട്രെക്കിങ്ങിനും അതേപോലെ ബീച്ച് ലവേഴ്സിനും പറ്റിയൊരു സ്ഥലമാണ്. എന്നിരുന്നാൽ കൂടെ ഞങ്ങൾ രണ്ടുപേരും നല്ലപോലെ അടിച്ചു പൊളിച്ചു. മോളിൽ പോയിട്ട് കുറേ എക്സ്പ്ലോർ ചെയ്തു. ഞാൻ കുറേ സ്കിൻ കെയർ പ്രോഡക്ട്സ് മേടിച്ചു. നമ്മൾ ഇന്ത്യയിൽ കിട്ടാത്ത പല പ്രോഡക്ട്സും നമുക്ക് മലേഷ്യയിൽ കിട്ടും എന്ന് ഞാൻ റീസെൻ്റ്ലിയാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ അങ്ങനെ ലോറിയലിൻ്റെ കുറേ പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട സൈഡിൽ തന്നെ വലിയൊരു ഫുഡ് മാർക്കറ്റ് ഉണ്ട്. ആ ഫുഡ് മാർക്കറ്റ് പോയിട്ട് ഞാനതേ അവിടുത്തെ ഒരു നൂഡിൽസാണ് കഴിക്കുന്നത്. പക്ഷെ അതിന് വേറെ എന്തോ പേരുണ്ട്. ആ പേര് എനിക്ക് പറയാൻ അറിയില്ല. അപ്പോൾ അതൊക്കെയാണ് കഴിച്ചത്. വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ആ നൂഡിൽസ് ഭയങ്കര തിക്കായതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. ഒന്നാമതേ എനിക്ക് ഈ നൂഡിൽസ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. പിന്നെ അത് ഭയങ്കര തിക്കും കൂടെ ആയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ചു. കാരണം ഞാൻ ഉച്ചയ്ക്ക് കാണിച്ച ഗ്രിൽ ചിക്കൻ ആകെ 2 പീസ് കഴിച്ച് വെച്ചതായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെയുള്ളൊരു സ്റ്റോറിലാണ് പോയത്. അവിടെ ഈ ബണ്ണീസിനെ വെച്ചിട്ടുണ്ട് അവർ. നമുക്കിവരെ ഫീഡ് ചെയ്യാം. 5 റിംഗിറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ബണ്ണീസിൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അതിനെ എടുക്കാനൊക്കെ ചോദിച്ചു. ആ ചേട്ടൻ നല്ല ചേട്ടനായതുകൊണ്ട് നമുക്ക് അതിനെ എടുക്കാനൊക്കെ സമ്മതിച്ചു. ഞങ്ങൾ ഫ്രീ ആയിട്ട് അതിനെടുത്തിട്ട് തിരിച്ചു പോന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പെനങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്യാബിൻ്റെ റേറ്റ്സ് ഭയങ്കര കുറവാണ്. ഫുഡിൻ്റെ റേറ്റ്സും അതേപോലെ തന്നെയാണ്. പക്ഷേ ഷോപ്പിങ്ങിന് എനിക്ക് ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയത്, അൺലൈക്ക് കുആലലംപൂർ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് ബഫേയും കഴിച്ചു.